വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ പൂർവികരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന റീഡിംഗ് ആണ്. അതായത് നിങ്ങളുടെ പൂർവികർക്ക് ഈ സമയം നിങ്ങളോട് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരാം, അതെന്തൊക്കെയാണ് എന്നൊക്കെയുള്ള റീഡിംഗ് ആണ്. പിന്നെ അവർക്ക് നിങ്ങളുടെ മേലെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ, അത് എന്താണ് എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാർഡ്സ് നോക്കാം. Knight of Cups, Ten of Cups, Queen of Wands, Two of Wands, Page of Swords, Nine of Swords, Seven of Pentacles, Chariot, Star, Two of Cups, Eight of Pentacles, Four of Cups, Knight of Swords, Four of Pentacles. Bottom of the deck Seven of Swords ആണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. നിങ്ങളോട് പൂർവികർക്ക് ഈ സമയത്ത് എന്താണ് പറയാനുള്ളതെന്നാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളോട് എനർജി റിലീസ് ചെയ്യാനാണ് പറയുന്നത്. ഒരുപാട് എന്തൊക്കെയോ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, മുറുക്കി പിടിച്ച് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. അത് സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരുപാട് ഇമോഷൻസും കാണിക്കുന്നുണ്ട്. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം. എക്സ്പ്രസ് ചെയ്യാത്ത ഇമോഷൻസാണ് ഇവിടെ സപ്രസ്ഡ് എനർജി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സപ്രസ്ഡ് എനർജി റിലീസ് ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ടൊന്ന് ഫ്രീ ആവാനുണ്ട്. ഇവിടെ നിങ്ങൾ ഒരുപാട് റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഈ ഒരു സമയത്ത് റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി അവിടെ ഒരു കർമ്മയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതായത് കർമ്മ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ഒരു ബ്ലോക്കേജ്, നിങ്ങളുടെ എനർജിയിൽ ഒരു ബ്ലോക്കേജ്. കാരണം സപ്രസ്ഡ് ഇമോഷനാണ്. ഈ സപ്രസ്ഡ് ഇമോഷൻ നിങ്ങളുടെ ബോഡിയിലും നിങ്ങളുടെ മനസ്സിലും അതുപോലെ നിങ്ങളുടെ സോളിലും എല്ലാ ഭാഗത്തും നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എനർജി റിലീസ് ചെയ്യാനാണ് പറയുന്നത്. മാത്രമല്ല നിങ്ങളിവിടെ വെയിറ്റിംഗ് എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ ചേസിങ് എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ റിലേഷൻഷിപ്പിലാണ് വരുന്നത്. റിലേഷൻഷിപ്പിൽ അത്രയും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ചീറ്റിംഗ് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടാവാം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നുണ്ടെന്നോ അങ്ങനെ ഒരു തോന്നലുണ്ടാവാം. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്. അത് കാണിക്കുന്നത് ഒരു മുന്നോട്ടേക്ക് പോകുന്നില്ല, ബന്ധങ്ങളൊന്നും മുന്നോട്ടേക്ക് പോകാതെ എല്ലാം സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നത്. അത് ഒരു ലവ് റിലേഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഏത് റിലേഷൻഷിപ്പും നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഭയങ്കര ഇമോഷൻസിലാണ് നിങ്ങൾക്ക് പ്രശ്നം കാണാൻ പറ്റുന്നത്. അതുപോലെ ബന്ധങ്ങളിലുമാണ് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാണാൻ പറ്റുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ കൂടി കാണിക്കുന്നുണ്ട്. സാമ്പത്തിക അവസ്ഥ ഈ ഒരു ഇമോഷൻ സപ്രസ്ഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അസ്ഥിരത ഉണ്ടെങ്കിൽ, ഒരു സ്റ്റക്ക് എനർജി ഉണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഈ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അത് റിലീസ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങൾക്ക് മേലെ നിങ്ങളുടെ പൂർവികർക്ക് കൃത്യമായിട്ടുള്ള എന്തോ ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. ആ ഇൻറ്റൻഷനിലേക്ക് നിങ്ങളെ പൂർവികർക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എനർജി, സപ്രസ്ഡ് എനർജി റിലീസ് ചെയ്തേ മതിയാകും. അതല്ലെങ്കിൽ ഈ പൂർവികർക്ക് നിങ്ങളുടെ മേലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഫാമിലി പരമായിട്ട് നിങ്ങളിലൂടെ എന്തോ ഒന്ന് കൊണ്ടുവരേണ്ട ഒരു ഇതിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ പൂർവികർക്ക് ചെയ്യാൻ പറ്റാതിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളിലൂടെ നടപ്പിലാക്കേണ്ട ഒരു ജന്മനിയോഗം നിങ്ങൾക്കുണ്ട്. അപ്പം അങ്ങനെ ഒരു നിയോഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫ്രീ ആയിട്ട് കൊടുക്കണം. പക്ഷേ ഇവിടെ ഫ്രീ ആവുന്നില്ല.
നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ പൂർവികർക്ക് നിങ്ങളുടെ മേലെ പ്രവർത്തിക്കാൻ പറ്റാതാകും. ഇതിങ്ങനെ ഡിലേ ആയിപ്പോകും. നിങ്ങൾക്ക് ആ ഉദ്ദേശത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ അത് ഡിലേ ആയി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി ഡിലേ എനർജിയാണ് കാണിക്കുന്നത്. അത് സ്റ്റക്ക് എനർജിയാണ് കാണിക്കുന്നത്. അത് മാറിയിട്ട് അതിന് താഴെ ചാരിയറ്റ് വന്നിട്ടുണ്ട്. അതായത് മുന്നോട്ടേക്ക് പോകുക എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല ഇതെന്താ സംഭവിക്കുന്നതെന്നോ, അല്ലെങ്കിൽ ഒരു ഐഡിയയും നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഉണ്ടാവില്ല. പക്ഷേ ആ ഐഡിയ ഇല്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ എനർജി റിലീസായി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. നിങ്ങളെ വഴി നടത്തേണ്ട എനർജി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത്. ഈ ചാരിയറ്റ് കാർഡ് കാണാൻ പറ്റും ആ ഒരു യോദ്ധാവ് രഥത്തിൽ പോകുന്നത്. പക്ഷെ ആ രഥത്തിൽ ഇരിക്കുമ്പോൾ യോദ്ധാവിൻ്റെ കയ്യിൽ ആ കുതിരേൻ്റെ കടിഞ്ഞാണില്ല. 2 കുതിരകളുണ്ട്, ഒന്ന് ബ്ലാക്ക് ഉണ്ട്, ഒന്ന് വൈറ്റ് ഉണ്ട്. ഇത് രണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെഗറ്റീവ് പോസിറ്റീവ് സൈഡിനെ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ 2 കുതിരകളും 2 ദിശയിലേക്കാണ് പോകുന്നത്. ബ്ലാക്ക് ഇടത്തോട്ടാണ് പോകുന്നത്, അതുപോലെ വൈറ്റ് കാണിക്കുന്നത് റൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പം ഇടതും വലതുമായിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളെ വലിച്ചുകൊണ്ട് പോവാൻ മീൻസ് നിങ്ങൾക്ക് എതിരായിട്ട് 2 ശക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങളുടെ റൂട്ട് അവിടെ കൃത്യമായിരിക്കും. നിങ്ങളുടെ കയ്യിൽ ആ കടിഞ്ഞാണില്ല. കടിഞ്ഞാണ് കംപ്ലീറ്റ് ഉള്ളത് ഒരു നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന എനർജീൻ്റെ മേലെയാണ് കടിഞ്ഞാണുള്ളത്. ഈ കുതിരേൻ്റെ മേലെ കടിഞ്ഞാണ് കാണുന്നില്ല. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ആ ഒരു യോദ്ധാവിൻ്റെ കയ്യിൽ കുതിരേൻ്റെ കടിഞ്ഞാണില്ല. അത് കാണിക്കുന്നത് നിങ്ങളുടെ കയ്യിലല്ല, നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ റൂട്ടുള്ള നിങ്ങളുടെ കയ്യിലല്ല. അത് കംപ്ലീറ്റ് മറ്റൊരു നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഒരു എനർജീൻ്റെ മേലെയാണ് ഉള്ളത്. പക്ഷെ ആ എനർജിക്ക് ഇപ്പോൾ നിങ്ങളുടെ മേലെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമോഷൻസ് റിലീസ് ചെയ്തിട്ട് നിങ്ങൾ അവിടെ ഫ്രീ ആവണം. ആ ഫ്രീ ആവുന്നിടത്താണ് നിങ്ങളുടെ മേലെ ആ എനർജിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത്. അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ കടിഞ്ഞാണൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം നിങ്ങളുടെ കംപ്ലീറ്റ് ജേണിയും ഈ ഒരു എനർജീൻ്റെ ഗൈഡൻസിലാണ് എന്നാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട്. നിങ്ങളുടെ സോളിൻ്റെ കംപ്ലീറ്റ് പ്രൊട്ടക്ഷനും ഇവിടെ യൂണിവേഴ്സിൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ശക്തിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് പൂർവികരും അതിന് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട്, നിങ്ങളുടെ എനർജിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ കാര്യമാണ്. സ്റ്റക്കായിട്ട് നിൽക്കുന്ന എനർജി അങ്ങ് റിലീസ് ചെയ്യുക. ഇവിടെ 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ട ഒരു ഗിവ് ആൻഡ് ടേക്കുള്ള, ഒരു മ്യൂച്വൽ ഗിവ് ആൻഡ് ടേക്കുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരും. പക്ഷേ അത് വരാനുള്ള സമയമായില്ല. നിങ്ങൾ ഈ വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുമ്പോൾ അവിടെ ഇല്ലായ്മ എന്നുള്ള ഒരു എനർജിയാണ് നിങ്ങൾ യൂണിവേഴ്സിന് കൊടുക്കുന്നത്. ആ ഇല്ലായ്മ എന്നുള്ള എനർജി കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് എനർജിയാണോ യൂണിവേഴ്സിന് കൊടുക്കുന്നത് ഇത് തന്നെയാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു നല്ല റിലേഷൻഷിപ്പിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് ശരിയാവുമെന്ന് കരുതി വെയിറ്റിംഗ് എനർജിയിൽ നിൽക്കുമ്പോൾ ഈ ഇല്ലായ്മ എന്നുള്ള എനർജി ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കുമ്പം ഇത് തന്നെയാണ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരിക. ആ ഇല്ലായ്മ തന്നെയാണ് അട്രാക്റ്റ് ആയിട്ട് വരിക. അതുകൊണ്ടാണ് ആ എനർജി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് മേലെ യൂണിവേഴ്സിന് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ പൂർവികർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി നിങ്ങളൊരു വഴി ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എടുത്തുചാട്ടം കുറച്ച് കുറക്കുക എന്നുള്ളതും കൂടി ഇവിടെയുണ്ട്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ സ്പൈ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചേസിങ് എനർജീൻ്റെ സ്പൈ ചെയ്യുന്നുണ്ട് മീൻസ് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു ഇതും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേസിങ് എനർജിയൊക്കെ കംപ്ലീറ്റ് ഒഴിവാക്കണം. ചേസിങ് എനർജി വരുന്നത് ഒരു വൂണ്ടഡ് മാസ്കുലായി നിങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ ഒരു ചേസിങ് എനർജി വരുന്നത്. അപ്പം അത് വൂണ്ടഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റൊരാളുടെ പിന്നാലെ ഇങ്ങനെ ചേസ് ചെയ്ത് പോകാനോ, അല്ലെങ്കിൽ നിങ്ങൾ ചേസ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാൽ പോലും ചില സമയം നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടാവാം. അവരിപ്പോൾ എവിടെയാണെന്നോ അങ്ങനെ അന്വേഷിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു DP എങ്കിലും വാട്സപ്പിലൊക്കെ നോക്കുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു എനർജി കംപ്ലീറ്റ് റിലീസ് ചെയ്യണം. കാരണം ഈ ചേസിങ് എനർജി എന്ന് പറയുമ്പം ആ ഒരു മാസ്കുലൈനാണ് എനർജി. പക്ഷേ ആ മാസ്കുലൈൻ വൂണ്ടഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ചേസിങ് എനർജി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തിയിൽ ഒരിക്കലും ആ ഒരു നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയിട്ട് വരേണ്ട എനർജി അവിടെ ഉണ്ടാവില്ല. കാരണം നിങ്ങൾ വൂണ്ടഡ് മാസ്കുലൈനിൽ നിൽക്കുമ്പം അവിടെ ആ ഒരു അവരിൽ ഫെമിനൈനാണ് വർക്ക് ആവേണ്ടത്. പക്ഷെ അത് വർക്ക് ആവുന്നില്ല. അതും വൂണ്ടഡ് ആയിട്ടാണ് പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു രണ്ടും ബാലൻസിൽ നിൽക്കണം. ഈ എനർജി ബാലൻസിങ് നിങ്ങളിൽ ഉണ്ടാവണം. ഇതൊക്കെ നിങ്ങൾ മാറ്റേണ്ടതായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ചേസിങ് എനർജിയും അതുപോലെ നിങ്ങളുടെ സപ്രസ് ചെയ്ത് വെക്കുന്ന ഇമോഷൻസ്, അതുപോലെ വെയിറ്റിംഗ് എനർജി,
ഇത് മൂന്നും നിങ്ങൾ മാറ്റേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങളോട് പൂർവികർക്ക് പറയാനുള്ളതും അവർക്ക് നിങ്ങളുടെ മേലെ ഇപ്പോൾ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ ഈ എനർജി റിലീസ് ചെയ്യാതെ അവർക്ക് നിങ്ങളുടെ മേലെ യാതൊരു കാര്യവും നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളത് റിലീസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.